അവസാനം കുറ്റസമ്മതം നടത്തിയില്ലേ മിസ്റ്റർ ടിനി ടോം? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതുകൊണ്ട് UK ജംഗ്ഷനിലിരുന്നാണ് ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. അണ്ണന്റെ വെളുപ്പിക്കൽ ലൈവിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമസ്കാരം, ഞാൻ ടിനി ടോം. ഞാൻ UK വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങള് മോശം പരാമർശം നടത്തിയില്ലല്ലേ? ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ടെണ്ണ, അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ ഏറി പോയത്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? നസീർ സാറും നിങ്ങളും നമ്മളും എല്ലാവരും കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നത്. പിന്നെ കട്ടിലില്ലാത്തവരും വീടില്ലാത്തവരും തറയിൽ കിടന്നുറങ്ങും. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ ആൾക്കാരാ. ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. അത് ശരി, നന്മ മരമേ. ഒരു ഇന്റർവ്യൂന്ന് നക്കിയെടുത്ത് മാന്തിയെടുത്ത് ചുരണ്ടിയെടുത്ത് എന്നിട്ടത് മോശമായിട്ട് വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് കമുത്തിയടിച്ചെന്നില്ലേ? അത് ശരി. അല്ലാതെ നിങ്ങൾ ഇന്റർവ്യൂ കയറി വലിയ അപ്പനെ കണക്ക് കമുന്നിരുന്ന് സംസാരിച്ചല്ല അത്. ആ ഇന്റർവ്യൂവിലെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ചു തരാം. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രം. ഇത് ആർട്ടിഫിഷ്യൽ ഷൊണ്ണലിജന്റ് ഇതിപ്പോൾ നമ്മൾ കണ്ടത്, അല്ലാതെ ഇത് ഒറിജിനൽ വീഡിയോ അല്ല. എന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇനി പണയും മോനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് തിരികെ കയറ്റിയെന്ന്. എൻ്റെ പൊന്നണ്ണ, ഇതാണ് നിങ്ങളുടെ ക്ഷമാപണം. പറഞ്ഞെന്ന് പറയണം, ക്ഷമിക്കണം, അത്ര തന്നെ പണയേണ്ടത്. അല്ലാതെ വളച്ചൊടിച്ച് മുണച്ചെടുത്തൊന്നല്ല പണയേണ്ടത്. ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പം അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു എന്താണ് ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണ് സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങൾ നസീർ സാറിനെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ആശാനെ കുറിച്ച് ഒന്നും അറിഞ്ഞും കൂടാ. ഏതോ ഒരുത്തം പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നെങ്കിൽ വിളമ്പി. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വഴിയെ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അണിയമ്പിള്ള രാജു ആശാൻ പറഞ്ഞെന്നാണ് ഇങ്ങേര് പറയുന്നത്. ഭയങ്കര ചിരിയാണല്ലോ അവിടെ. ആശാൻ പറഞ്ഞെന്നാണ് സംഭവം ഇങ്ങേര് പറയുന്നത്. അത് വേറൊരു വീഡിയോ ഉണ്ട്. വേറൊരു ആശാൻ ഇങ്ങേരെ ഉടുത്തി വിടുന്ന ഒരു ഐറ്റം സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വഴിയെ. നമുക്ക് ഇതിലോട്ട് കടക്കാം. ആശാനെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയെ ആരെക്കുറിച്ചും ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ എന്തോന്നാണ് ചെയ്യേണ്ടത്? വായും വെച്ച് മിണ്ടായിരിക്കണം. നിങ്ങൾ ഇതേപോലത്തെ മണ്ടത്തരങ്ങൾ ഇനിയും കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇതേപോലെ ലൈവ് കൂടേണ്ടി വരും. എന്നിട്ട് നിങ്ങളങ്ങ് വെളുപ്പിക്കേണ്ടി വരും. നിങ്ങൾ ഡെയിലി വെളുപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അണിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമ്മൾ വായും വെച്ചിട്ട് അങ്ങ് മിണ്ടാതെ അങ്ങ് ഇരിക്കണം ഒരു മൂലയ്ക്ക്. നമുക്ക് മറ്റേ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഈ ആശാന സത്യം പറഞ്ഞ അങ്ങേരാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഏറി കയറ്റിയത്. നമസ്കാരം, ആലപ്പി ഷെഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആശാനാണ് ഇങ്ങേരുണ്ടല്ലേ, ഇങ്ങേര് ഇനി മുണ്ടും തലയിലിട്ട് നടന്നാൽ മതി. അങ്ങനെ ഇങ്ങേര് കിളത്തി കൊന്ന ഇങ്ങേര്. മലയാള സിനിമയിലെ പലരെ കുറിച്ചും ഞാൻ പല എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ നടനെന്ന് സ്വയം അവകാശപ്പെടുന്ന ടിനി ടോം നടത്തിയ പ്രസ്താവനയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. ആ പ്രസ്താവനയിലെ ശരി തെറ്റുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നസീർ സിനിമയില്ലാതെ സ്റ്റാർഡം നഷ്ടപ്പെട്ട് മനസ്സ് വിഷമിച്ച് അടൂർ ബാസിയുടെയും ബഹദൂറിന്റെയും വീടുകളിൽ ചെന്നിരുന്ന് കരഞ്ഞിരുന്നുവെന്നും എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരഞ്ഞാണ് പ്രേംനസീർ മരിച്ചതെന്നും ടിനി ടോം പറയുന്നു. മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ്. ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലും കേട്ടാ. ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത്. മടിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും. അത് എന്നാ നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു, 100% ഞാൻ അത് യോജിക്കുന്നു. സത്യം കേട്ടാ, അത് ഉള്ളതാണ് പറഞ്ഞത്. ഇന്ന് കടന്നു വരുന്ന പുതുമുഖ
സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന ഒരു നടനാണ് പ്രേം നസീർ. നസീർ സാർ ആരാണെന്ന് ഈ തള്ളല് വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ആ മഹാൻ നന്മയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒന്നെടുത്ത് വായിച്ചു പഠിക്കും. മലയാള സിനിമയിൽ PJ ആന്റണിക്കും തിലകനും നെടുമുടി വേണുവിനും ശേഷം വന്ന അഭിനയ കുലപതിയാണ് ഇയാളെന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന വിഡ്ഢി കൂഷ്മാണ്ഡം. ഒരു കാര്യം എൻ്റെ അമ്മോ, എൻ്റെ പൊന്നെണ്ണ ചുമ്മാതല്ല ഏട്ടാ ഇങ്ങനെ ലൈവൊക്കെ ഇട്ട് ക്ഷമാപണം നടത്തി. എന്തിനൊക്കെ അണ്ണാ നിങ്ങൾ പറയുന്നിരുന്നു. ഇതിലെ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. മണിയമ്പിള്ള രാജോണി ആശാൻ്റെ അടുത്ത് പറഞ്ഞെന്നും പറയണ്ടേ, ഈ ആശാൻ വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വിളിച്ചതിന്റെ കാരണം ഈ മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഒരിക്കലില്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ നസൂസിനോട്ട് 10-15 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് 75 വർഷം. അതെ അതെ. മാത്രമല്ല ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ഇത്രയും ദൈവത്തിലുള്ള ഒരാളിനെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം എത്രയോ പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജു. അത് ഞാൻ കേട്ടിട്ടുള്ളല്ലോ. പിന്നെ എത്രയോ ഫംഗ്ഷനിലാണ് നസീർ സാറിന്റെ വർഷമുള്ള കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത്രയും മഹാനായ ആളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഭ്രാന്താണ്. അതെന്നെ എന്താണ് പുള്ളി പറയുന്നത്? ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള. നിങ്ങളിത് കേൾക്കുന്നുണ്ടാ മിസ്റ്റർ? പുള്ളി പറയുന്ന ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ്. പിന്നെ അത് എത്രയോ ഭയങ്കരെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉന്നാശനെ ചിരിച്ചൊരു വഴിയായെന്ന്, അണ്ണം വലിയൊരു തെട്ടുകാരനായെന്ന് നരേന്ദ്രമോദിനെ വരെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങേന്ദ്ര? അത് നമുക്ക് വഴിയെ നോക്കാം ഏതാണ് വീഡിയോ എന്ന്. പിന്നെയാണ് നമ്മളെ നസീർ സാറിനെ ഒന്ന് ഐശ്വരി വളരെ നല്ലതായിട്ടുണ്ട് കേട്ടോ അണ്ണാ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അണ്ണാ ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഊള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. അതിനെ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ മനസ്സിൽ തോന്നാതിരിക്കുന്നെങ്കിലും എന്തൊരു തേങ്ങയാവട്ടെണ്ണ ഇതേണൊക്കെ വന്നിരുന്ന് മൊഴിയാൻ നിൽക്കുകയല്ലേ. നിങ്ങളെക്കുറിച്ച് മാത്രമേ തള്ളാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മുമ്പ് ഭയങ്കര കഷ്ടപ്പാടിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളിവിടണം. അല്ലാതെ ഇതേപോലത്തെ ഊളത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നാട്ടുകാർ വെറുക്കും. നിങ്ങളെ നാഗചേച്ചി പറഞ്ഞ കണക്ക് എറിയും. ഇതായാലും കൊള്ളാം. ശരിയെന്നാൽ പോകുന്നു. എന്തിനാണ് ക്ഷമാപണം നടത്തിയത്? ഒരു വല്ലാത്തൊരു ക്ഷമാപണമായി പോയി സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ വന്നിരുന്നങ്ങ് പറഞ്ഞ് തെറ്റായിപ്പോയി മക്കളെ, ക്ഷമിക്കണം എന്നങ്ങ് പറയാം. അല്ലാതെ അവിടെ പോയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി ചുറ്റി ഞാൻ ചെയ്തതെന്ന് ഇന്നും പറഞ്ഞ് ഇവിടെ വന്നങ്ങ് തൊടാൻ എല്ലാവരും വേണ്ടത്. ഓക്കെ, ശരിയെന്നാൽ പോകണം കേട്ടോ.